ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്തുകൊണ്ട് കാർ ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക ത്രില്ലാണെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ഇങ്ങനെ കാർ ഓടിക്കുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടണം നോർമലി. അപ്പോൾ ഇതൊരു പ്രോബ്ലമായിട്ട് പലർക്കും തോന്നാറുണ്ട്. കുറച്ച് വിഷമമൊക്കെ തോന്നും ഇങ്ങനെ ക്ലച്ച് ചവിട്ടി നമ്മൾ ട്രാഫിക്കിലൊക്കെ പോകുന്ന സമയത്ത്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു കാറ് മാർക്കറ്റിലുണ്ട്. ഏത് കാറാണ് നിങ്ങൾക്കറിയാമോ? IMT കാറുകളാണ്. IMT കാറുകൾ എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്ഫർ കാറുകളാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ക്ലച്ച് പെഡലില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാം. കിയ ആണ് വണ്ടി. അപ്പോൾ കിയയുടെ ഒരു IMT കാറാണ് ഇന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ നിന്നും ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്ത സുദേവാണ് എൻ്റെ കൂടെയുള്ളത്. അപ്പം സുദേവിൻ്റെ കാറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് IMT കാറാണ്. ഇതെങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കുക. വളരെ ഈസിയാണ് ഡ്രൈവ് ചെയ്യാൻ. ഇതിൻ്റെ പ്രത്യേകത ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഈസി ആയിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാം, ക്ലച്ച് ചവിട്ടാതെ തന്നെ. കണ്ടില്ലേ, ഇതേപോലെ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആക്സിലറേറ്ററും ബ്രേക്ക് പാഡലും മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. ക്ലച്ച് പെഡൽ ഇവിടെയില്ല. അപ്പോൾ ഇത് ഒരു വളരെ സൗകര്യമായിട്ട് തോന്നും പലർക്കും. നമ്മൾക്ക് ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ആ ഒരു ത്രില്ല് കിട്ടുകയും ചെയ്യും. എന്നാൽ ക്ലച്ച് ചവിട്ടുന്ന ആ ഒരു ബുദ്ധിമുട്ടില്ല. ഈസി ആയിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാം. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിൽ നമ്മൾക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട്. നോർമലി എല്ലാ റോഡിനും ഇത് സെക്കൻഡ് ഗിയറിൽ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ കയറ്റമുള്ള സ്ഥലത്തെത്തുമ്പോൾ മാത്രമാണ് ചെറിയൊരു പ്രോബ്ലം വരുന്നത്. നമ്മളിങ്ങനെ അപ്പ് ഷിഫ്റ്റിംഗ് നമ്മൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും. എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് ഒരു ബീപ് ബീപ് സൗണ്ട് കേൾക്കും. ആ ഒരു സമയത്ത് നമുക്ക് ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ 4th ഗിയറിൽ പോകുന്നു, സ്പീഡ് നല്ലോണം കുറച്ചു, ആ ഒരു സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു ബീപ് സൗണ്ട് കേൾക്കാം. അപ്പോൾ നമുക്ക് ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യാവുന്നതാണ്. ഡിസ്പ്ലേയിൽ കറക്റ്റായിട്ട് കാണിച്ചു തരും ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യേണ്ട സമയത്ത്. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ട് വളരെ ഈസിയിൽ ഇത്തരം കാറുകൾ ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും. അപ്പോൾ ഇതാ ഇവിടെ കൃത്യമായിട്ട് ഡിസ്പ്ലേയിൽ ഓരോ കാര്യങ്ങളും കാണിച്ചു തരുന്നുണ്ട്. ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിനകത്ത് കാണിച്ചു തരും. അപ്പോൾ ഇങ്ങനെയുള്ള കാർ ഓടിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും. ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതൊരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് പേടിയില്ലാതെ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനുള്ള ഐഡിയാസൊക്കെ കിട്ടിയിട്ടുണ്ടാവും. എന്തായാലും ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾ ഇന്ത്യ ആണ് ക്ലാസ് ഉള്ളത്. എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും. എന്തായാലും ഇതേപോലെയുള്ള കൂടുതൽ വ്ളോഗ്സൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. IMT കാർ ഡ്രൈവ് ചെയ്ത് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കിയയുടെ വണ്ടികളൊക്കെ ഓടിക്കാൻ അടിപൊളിയാണ്. അപ്പം കിയയുടെ വണ്ടി ഓടിക്കുന്ന ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യും. താങ്ക് യു. ബൈ.